എന്തോ നീ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ വീട്ടിൽ പോന്നു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരും. നിനക്ക് ഇത്ര തന്നിടമില്ലേ സുജി? ആരെങ്കിലും കേട്ടാൽ ചിരിച്ച് തലതല്ലും. ഒരാള് കൂവെന്ന് കരുതി ഇങ്ങനെ വീട്ടിൽ പോവാന്ന് വെച്ചാൽ? എന്നെ ഇതുവരെ ആരും കൂവിയിട്ടില്ല. നീ ഇതുവരെ പരസ്യമേ പാടിയിട്ടില്ല. ഇത്തവണ തെറ്റെന്റേതാണ്. ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ നിനക്ക് അനുഭവം ഉണ്ടായത്. ഐ എം സോറി സുജി. പിന്നെ വീട്ടുകാർ കാശൊക്കെ മുടക്കി ഇങ്ങോട്ട് അയക്കുന്നതേ പഠിക്കാനാണ്. അല്ലാതെ ഇങ്ങനെ തോന്നുമ്പോ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വീട്ടിൽ പോകാനല്ല. അധിക പ്രസംഗം എല്ലാം കാണിച്ചാലുണ്ടല്ലോ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഞാൻ പറഞ്ഞേക്കാം. ഈ മെസ്സിലെ ദോശ തിന്ന് നമ്മുടെ കണക്ക് തീരുമെന്നാ തോന്നുന്നത്. മെസ് സെക്രട്ടറിയുടെ പുഷ്കരകാലം. അതിരിക്കട്ടെ, എങ്ങനെയായിരുന്നു ആ എടുപ്പ്? ഏതെടുപ്പ്? ആ ദേവ എന്നുള്ള എടുപ്പ്. ആഹാ, ദേവാ എന്തോ. ഗണേഷ്, ഒരു നിമിഷം. എക്സ്ക്യൂസ് മീ. അല്പം മോശമായി പോയി. ഞങ്ങൾ അക്കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. കൂവല് ശരിയായില്ല എന്നാ വർഗീസിന്റെ അഭിപ്രായം. തമാശ കളവി ഗണേഷ്. ശരി, കളഞ്ഞു. ആ കുട്ടിക്ക് വല്ലാതെ ഫീൽ ചെയ്തിരിക്കുകയാണ്. നമ്മൾ വെറും കാലി പിള്ളേരല്ല, മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അതെ, അതിന്റെ സ്റ്റാറ്റസെങ്കിലും നാം കീപ്പപ്പ് ചെയ്യണം. പിന്നെ വേണം. അതുകൊണ്ട് മേലിലെങ്കിലും ഇത് ആവർത്തിക്കരുത്. ശരി സർ, ആവർത്തിക്കില്ല. എന്താ ഗണേഷ്, എന്താ കാര്യം? മോഹൻ സാറിന് പാടുന്ന കൊച്ചിനോടൊരു പ്രേമം, അത്രയേ ഉള്ളൂ. ആഹാ, കൂവാതടാ, നമ്മളൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, കുറച്ച് സ്റ്റാറ്റസ് വേണം. താനൊരു തൊട്ടാവാടിയാണല്ലോടോ. ഗണേഷിന്റെ കൂവൽ ഇവിടുത്തെ എല്ലാ ഫംഗ്ഷന്റെയും ഒരു മേമ്പടിയാണ്. ആ കൂവലില്ലെങ്കിൽ എന്തോ ഒരു വല്ലാതെ. പക്ഷെ ആള് നല്ലവനാ. പ്രിയക്കേളെ അറിയാമോ? പിന്നെ ഗണേഷ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. കോച്ചിങ്ങിനിടയിൽ എന്നും കോത്തൽ വരും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. അതില്ലാതെ ഞങ്ങൾക്കൊരു വല്ലാതെയാ. ആ, പക്ഷെ സുധിക്ക് ഇത്ര പ്രയാസം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഗണേഷിനോട് പറയുമായിരുന്നു പോവരുതെന്ന്. പക്ഷെ സുജി ഒന്ന് പരിചയപ്പെട്ടു നോക്കൂ. യു വിൽ ലൈക്ക് ഹിം. എനിക്ക് അയാളെ പരിചയപ്പെടണ്ട. എനിക്ക് അയാളെ വെറുപ്പാണ്. അമ്മേ, നീ എപ്പോ വന്നോളെ? ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ നിനക്ക് കോളേജില്ലേ? ഒരാഴ്ച അവധിയാ. അതെ, അമ്മാവനെവിടെ? അമ്മാവന്റെ കാര്യം നിനക്കറിയാൻ പാടില്ലേ? രാവിലെ തുടങ്ങിയിട്ടുണ്ട് സർക്കസ്. അമ്മ ഇതൊന്ന് പിടിച്ചേ, ഞാൻ പോയി അമ്മാവനെ വിളിച്ചോണ്ട് വരാം. അമ്മാവൻ പേടിച്ചു പോയില്ലേ? ഇങ്ങനെ ഏത് പോലീസുകാരനും പേടിക്കും. ആട്ടെ, നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. എന്നിട്ട് പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞെന്താ? അമ്മാവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം നോക്കി നിൽക്കായിരുന്നു. നോക്കി നിന്നോണ്ടായില്ല, പ്രാക്ടീസ് ചെയ്യണം. ഇടിക്കേ ഇടിക്കേ. അയ്യോ, പാറ പോലുണ്ട്. അതാണ് അതിന്റെ മേന്മ. ആട്ടെ, നീ അമ്മാവനെ പണ്ട് കണ്ടതിലും പ്രായം കുറവായിട്ട് തോന്നുന്നില്ലേ? ഇപ്പൊ കണ്ട എത്ര വയസ്സ് തോന്നും? ഒരു 30-35. അത്രയും തോന്നുന്നു? അത് പിന്നെ അമ്മാവന്റെ പ്രായം എനിക്കറിയാവുന്നതുണ്ടല്ല, അല്ലെങ്കിൽ അത്രയും തോന്നില്ല. ആട്ടെ, ഡോക്ടറമ്മയും കൂടെ പോകുന്നത് എന്താ? ഇന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്. പിന്നെ അത് പിന്നെ പറയാം. അമ്മാവൻ വന്നാട്ടെ. സുജാതയുടെ വീടല്ലേ ഇത്? അതെ. എന്താ കാര്യം? ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വരിക. എന്റെ പേര് മിനി. സുജാതയുടെ കൂടെ പഠിക്കുക. സുജ ഇല്ലേ ഇവിടെ? കൊണ്ടുവരും. അവള് രാവിലെ വന്നു. കോളേജ് ഒരാഴ്ച അവധിയാന്നാ പറഞ്ഞത്.
അവധിയൊന്നും അല്ലമ്മേ, അവള് കള്ളം പറഞ്ഞതാ. അവള് പറഞ്ഞപ്പോ ഞാനും വിശ്വസിച്ചില്ല. കള്ളം പറഞ്ഞ അവള് മുഖം വിളിച്ചു പറയും അത് കളവാണെന്ന്. എന്താ മോളെ കാര്യം? അതൊന്നുമല്ല, ഇന്നലെ സുജാത കോളേജിലൊന്ന് പാടി. അവള് പാടിയെന്നോ? എന്റെ മുമ്പിൽ വെച്ച് തന്നെ പാടാൻ അവൾക്ക് വലിയ നാണമാ. അതെ, പക്ഷെ പാടി. എന്റെ നിർബന്ധം കൊണ്ട് അവള് പാടിയത്. പാടിയപ്പോ ഏതോ ആമ്പിള്ളേര് കൂവി. സുജാത പാട്ട് പകുതിയാക്കി നിർത്തി. വലിയ കുറച്ചിലായിപ്പോയെന്നും പറഞ്ഞ് എന്നോട് പിണങ്ങി പോന്നതാ. ഓഹോ, അത്രയുള്ളോ കാര്യം? ഓ, മനസമാധാനമായി. വന്നു കയറിയപ്പോ മൂലം അവക്കൊരു ഭാവം മാറ്റം. കാപ്പിയും കുടിച്ചില്ല. എന്താ കാര്യമെന്ന് വീട്ടിലിരിക്കുന്നവരെങ്ങനെ അറിയാനാ കുഞ്ഞേ? ആ, മോള് വന്നേ. ചേട്ടാ, ഇത് സുജമ്മയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാ. ഇത് അവളുടെ അമ്മാവനാ. നമസ്തേ. നമസ്കാരം. കുഞ്ഞു നടന്നു നോക്കൊന്ന് ചേട്ടനോട് പറഞ്ഞേ. ഞാൻ അപ്പോഴേക്കും പോയി ചായ കൊണ്ടുവരാം. ഇരിക്കൂ. ഇങ്ങനാണെങ്കിൽ എങ്ങനെയാ ചേട്ടാ? നമുക്ക് അവളുടെ പഠിത്തം വേണ്ടെന്ന് വെക്കാം. അവളുടെ സ്വഭാവത്തിന് ഇനിയും 3 വർഷം കൂടി പഠിക്കുകയെന്ന് വെച്ചാൽ. അതുകൊണ്ട് നീ എന്താ ഭാർഗവ ഈ പറയണത്? ഇന്നത്തെ കാലത്ത് മെഡിസിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ പരക്കം പാഞ്ഞ് നടക്കുക. അപ്പോഴാണ് കിട്ടിയ സീറ്റ് വേണ്ടാന്ന് വെക്കുന്നത്. ഡോക്ടർമാരുടെ മോൾ കണ്ടല്ലോ അല്ലേ? ഞാൻ അവളോട് സംസാരിക്കട്ടെ. വരൂ, കുട്ടിയും വരും. വരൂ. ഈ കൂവലിനെ പറ്റി തന്റെ അഭിപ്രായം എന്താ? ഒരു കൂവല് കേട്ടപ്പോ താനിങ്ങോട്ട് ഓടി പോന്നു കേട്ടല്ലോ. ഇപ്പൊ ആരെടോ കൂവാത്തത്? ഇന്നത്തെ കാലത്ത് കൂവല് വലിയ കാര്യമായിട്ട് എടുക്കാനുണ്ടോ? ആട്ടെ, എവിടെയാ കൂവലില്ലാത്തത്? ഈ കൂവലെന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അമ്മാവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? അയ്യോ മിനി, വീടെങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. എന്റെ വണ്ടിക്കൂലി തന്നേക്കണം കേട്ടോ. മിനി വന്നത് എന്തായാലും നന്നായി. ഇതാണ് ഞാൻ പറയാറുള്ള അമ്മാവൻ. അമ്മാവാ, മിനി അമ്മാവനെ കാണാൻ കാത്തിരിക്കയായിരുന്നു. എന്താ? മിനിയുടെ വണ്ണം കൂടി വരികയാണെന്ന് മിനിക്കൊരു തോന്നൽ. വണ്ണം കുറയ്ക്കാനെന്നും പറഞ്ഞ് എന്തൊക്കെയോ മരുന്ന് വാങ്ങിക്കഴിച്ചു. ഞാൻ പറഞ്ഞു അമ്മാവനെ കണ്ടാൽ ചില എക്സർസൈസ് പറഞ്ഞു തരുമെന്ന്. മരുന്ന് വാങ്ങിക്കഴിച്ച് വണ്ണം കുറയ്ക്കാൻ നോക്കരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷമായിട്ടായിരിക്കും ഭവിക്കുക. മിനിക്ക് വണ്ണം സ്വല്പം കൂടുതൽ തന്നെയാ. അത് കുറയ്ക്കാൻ വേണ്ടി മുറിയിലിരുന്ന് മാത്രം ചെയ്യാവുന്ന 1-2 ഐറ്റം എക്സർസൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സുജമ്മേ, ഊണ് കാലായി, എല്ലാവരും വരൂ. ആ, എന്നാ ഇനി ഊണ് കഴിച്ചിട്ടാവാം. ഊണ് കഴിച്ചാൽ ഉടനെ തന്നെ മിനിയുടെ കൂടെ നീ കോളേജിൽ പോണം. അവിടെ ആരെങ്കിലും കൂവിന്നും പറഞ്ഞുകൊണ്ട് മടങ്ങി പോന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. മിനി ഒന്ന് ശ്രദ്ധിച്ചോണേ. വരൂ. പ്രിയ പറഞ്ഞ വളരെ ശരിയാ. നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് ശത്രുത ഉണ്ടാക്കുന്നത്? താൻ ആ കൊച്ചിനെ സമാധാനിപ്പിക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. വാട്ട് യു സേ? അതെ, സ്വാതന്ത്ര്യമായിട്ട് അടുത്തിരുന്ന് സൊല്ലാൻ പറ്റി നേരമായി കരുതിയാ മതി. അതേന്ന്. അതല്ല, നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തും പറയാം. അല്ലാതെ ഒറ്റയ്ക്കൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ വലിയ പ്രയാസമാണ്. സോർട്ട് ഓഫ് നെർവസ്നെസ്. എന്നിട്ട് പേടിയൊന്നുമില്ല, ഒരു വിഷമം. എന്നാൽ ആ വിഷമം ഇപ്പോഴേ തീർക്കേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ താൻ വിഷമിക്കും. വേണ 2 സ്മോൾ ഫിറ്റ് ചെയ്തുകൊണ്ട് വെക്കോ. സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. വാട്ട് യു സേ? അതെ അതെ. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, പ്രിയ എന്താണ് പറയുന്നത്? ഗണേഷ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും വരും. ഞാൻ പറഞ്ഞാൽ ഗണേഷ് വരാതിരിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുജാത പോകാതിരിക്കരുത്. മിനി അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അത് നീ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. മിനി പറയുന്നതാണ് നല്ലത്. ഞാൻ അവിടെ ഉണ്ടാവില്ല. വൈകുന്നേരം എനിക്ക് കോച്ചിങ് ഉണ്ട്. പിന്നെ ഗണേഷ് വന്ന് പറഞ്ഞു കഴിയുമ്പോ അവളുടെ പിണക്കം എല്ലാം മാറിക്കൊള്ളും. സാറിന്ന് വലിയ പഠിത്തമാണെന്ന് തോന്നുന്നു. ഗണേഷ് ഒന്ന് പ്രാക്ടീസിന് പോയില്ലേ? ഇല്ല, പോകണ്ടെന്ന് വെച്ചു. മനസ്സിന് നല്ല സുഖമില്ല. അങ്ങനെ ഒരെണ്ണം തനിക്കുണ്ടല്ലോ, വളരെ നല്ലത്. അതെ, എന്താ കാര്യം? ഞാനൊന്ന് കൂവിയത് വളരെ മോശമായി പോയി അല്ലേ മോഹൻ? ഞാനൊന്ന് പറഞ്ഞപ്പോ തനിക്ക് ബോധ്യമായില്ലേ? ആ കുട്ടിക്ക് അതിൽ വലിയ വിഷമമുണ്ടെന്ന് പ്രിയ ഇന്നലെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഹോസ്റ്റലിൽ പോയി ആ കൊച്ചിനെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ എന്താന്ന് വിചാരിക്കുകയാണ്.
വളരെ നല്ലത്. അത് ചെയ്യേണ്ടത് തന്റെ മര്യാദ. അവിടെ ചെന്നാൽ എന്ത് പറയണമെന്നാണ് അറിയാത്തത്. കൂവിയത് ഞാനാണ്, വിഷമമുണ്ട്, ക്ഷമിക്കണം എന്ന് പറയണം. കൂവിയത് ഞാനാണ്, അതിൽ വിഷമമുണ്ട്, ക്ഷമിക്കണം. ഇത്രയും മതിയോ? മതി. എന്നാ ഇത് താമസിക്കണ്ട, താൻ അങ്ങോട്ട് ചെല്ല്. താനും കൂടെ എന്റെ കൂടെ ഒന്ന് വാ. ഹോസ്റ്റലിന്റെ വാതിൽക്ക് വരെ വന്നാൽ മതി പ്ലീസ്. ശരി, ഞാനും വരാം. ഒരു നല്ല കാര്യത്തിനാണല്ലോ. അവസാനം അത് പറയാൻ എന്നോട് പറയരുത്. വരൂ. താനിവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ട് പറഞ്ഞിട്ട് വരാം. അപ്പോ കൂവിയത് ഞാനാണ്, ക്ഷമയുണ്ട്, വിഷമിക്കുമല്ലോ. തിരിഞ്ഞുപോയി. വിഷമമുണ്ട്. ഓക്കെ, ഞാൻ ഇനി പറയുന്നില്ല. ഓക്കെ. കുഞ്ഞെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ സുജി? കൂവൽ വിദഗ്ധൻ. ഗണേഷോ, എന്താ കാര്യം? എന്ത് കാര്യമായാലും എന്താ, എനിക്ക് അയാളെ കാണണ്ട. കുട്ടികളെ പോലെ സംസാരിക്കാ സുജി. എനിക്ക് വയ്യ, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ മതി. നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഗണേഷ് പിന്നീട് സത്യാവസ്ഥ അറിഞ്ഞാൽ അത് മോശമാണ്. നിന്നെ കാണാമെന്ന സ്ഥിതിക്ക് നീ ചെന്ന് കാണണം. അയാൾക്ക് എന്നോട് എന്ത് പറയാനാ? പറയാനുള്ള എന്താന്ന് വെച്ചാൽ കേട്ടേക്കണം. ദേ, ഗണേശൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യിക്കുന്ന മോശമാണ് കേട്ടോ. ഞാനൊരു അക്ഷരം മിണ്ടിയല്ല പറഞ്ഞേക്കാം. ഓ, സമ്മതിച്ചു. നീ പൊയ്ക്കോ, ഞാൻ പുറകെ വന്നേക്കാം. പാട്ട് അല്ല, കൂവിയത് ഞാനാണ്, അതിൽ വിഷമമുണ്ട്, ക്ഷമിക്കണം. പാട്ട് കൂവണ്ടെന്ന് വിചാരിച്ചതാണ്. പരമാവധി ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. എന്നുവെച്ചാൽ എങ്ങനെ കൂവാതിരിക്കും? തുറന്നു പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. പാട്ട് അത്രയ്ക്ക് ബോറായിരുന്നു. മേലിലെങ്കിലും കുട്ടി പരസ്യമായി പാടരുത്. പാടാൻ ആഗ്രഹം എല്ലാവർക്കും കാണും. തീരെ സഹിക്കാൻ വയ്യാതെ വരുമ്പോ വല്ല ബാത്റൂമിനോ മറ്റോ കയറിയാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ സഹായമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നോട് പറഞ്ഞത് പ്രിയയാണ്. പ്രിയ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. എനിക്കറിയാം, എല്ലാരും കൂടി മനഃപൂർവ്വം എന്നെ കളിയാക്കിയതാ. ആദ്യമായി നല്ല രീതിയിലാണല്ലോ സംസാരിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ എന്റെ മനസ്സ് സന്തോഷിച്ചു. പിന്നെ അയാളെ അരുതാത്തൊക്കെ പറഞ്ഞു വിട്ടോന്ന് ആര് വിചാരിച്ചു? അത് പറയുന്നതിന് മുമ്പ് എന്നെ സുധിക്കാൻ കയറി പോരാമായിരുന്നല്ലോ. എന്തായാലും പ്രിയ വരുമ്പോ ഞാൻ എന്ത് വർത്താനം പറയുന്നുണ്ട്, തീർച്ച. ഗുഡ് ഈവനിങ് പ്രിയ. ഗുഡ് ഈവനിങ്. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? കോൾഡാണ്? നല്ല പണിയാ ഗണേഷ് കാണിച്ചത്. ഇപ്പൊ എനിക്ക് ഹോസ്റ്റലിൽ ഇരിക്കാൻ മേലാതായി. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന ഹോസ്റ്റലിലെ സംസാരം. അയ്യോ പ്രിയേ, ഞാനൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയായി സംസാരിച്ചത്. ഉള്ളത് പറഞ്ഞാൽ ആ കുട്ടി വന്ന് എന്റെ മുമ്പിൽ നിന്നപ്പോ എന്റെ സകല കൺട്രോളും പോയി. എന്നാൽ ആ കുട്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കില്ലേ, അപ്പൊ ഞാൻ ഏതാണ്ടോ പറഞ്ഞു പോയി. പക്ഷേ ഞാൻ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. നല്ല തമാശ. ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് തമാശയൊന്നും മനസ്സിലാവില്ലെന്ന്. എന്തൊക്കെയാ പറഞ്ഞെന്ന് ഗണേഷിന് ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മയാണ് സത്യം. ഇനി പ്രിയക്ക് അങ്ങനെ വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയെ ഒന്നുകൂടി കണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അയ്യോ വേണ്ട, ഇനി ഒന്നും പറയാതിരിക്കുന്നതാണ് ഗണേഷ് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. ഓക്കെ, ഞാൻ ആ കുട്ടിയെ കണ്ടാ ഇനി മിണ്ടാനേ പോകുന്നില്ല. അപ്പോ ഈ ബില്ല് അത് ഞാൻ പേ ചെയ്തോളാം. താങ്ക് യു. ഓക്കെ, ബൈ. ബൈ.
സുജാതേ, ദേ നിന്റെ അമ്മാവൻ വന്നിരിക്കുന്നു, വേഗം വാ. ഇത് ചമ്മന്തിപ്പൊടി, ഇത് കടുമാങ്ങാക്കർ, ഇത് നിന്റെ തലമുടി ഒഴിച്ചിൽ തേക്കാനുള്ള എണ്ണ, ഇത് മിനിക്ക് അമ്മാവന്റെ സ്പെഷ്യൽ ലേഹ്യം തടി ചുരുങ്ങാൻ. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞത് പതിവായിട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടമ്മാവാ, എന്നും രാവിലെ 6 മണിക്ക്. വെറുതെ അമ്മാവാ, 2 ദിവസം ചെയ്തു, അത് കഴിഞ്ഞപ്പോ നിർത്തി. മേല് മുഴുവനും വേദനയത്രേ. അയ്യോ, അത് പറ്റില്ല. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. നിർത്തിയാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതിരിക്കട്ടെ, ഡോക്ടറമ്മ എന്താ വീട്ടിലേക്ക് എഴുത്തയക്കാത്തത്? അവിടെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞൂടെ? അയ്യോ, ഭയങ്കര മടിയാണ് അമ്മാവാ. ഇവക്ക് വേണ്ടി എല്ലാം ഞാനാ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പോയാൽ ഇവളെ പല്ല് തേപ്പിച്ച് ഞാൻ തന്നെ കുളിപ്പിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. ചുറ്റുമെത്തി. ഇനി എല്ലാ ആഴ്ചയിലും സുജയുടെ അമ്മയ്ക്ക് ഞാൻ കത്തയക്കാം. അമ്മാവൻ എന്തിനാ ഇങ്ങോട്ട് പോരുമ്പോ ഇതൊക്കെ ചുമന്നുകൊണ്ട് പോരുന്നത്? യാത്രയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇത് നിന്റെ അമ്മ എടുത്തു വെച്ചതിന്റെ 10-1 ഭാഗമില്ല. അമ്മാവൻ നിനക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടി ഇതൊക്കെ കെട്ടിച്ചു പോകുന്നോണ്ട് തന്നെ അല്ലേ മിനി? ആട്ടെ, ഇപ്പൊ ഡോക്ടർ അമ്മയ്ക്ക് കൂവലിന്റെ ശല്യമൊന്നും ഇല്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറെ പിള്ളേർ കൂവിക്കൊണ്ട് പോകണം. അപ്പൊ ഞാൻ കഴിഞ്ഞ് നീ ഇപ്പൊ വീട്ടിലെത്തി കാണും. അമ്മാവനിരിക്കും, ഞങ്ങൾ ഡ്രസ് മാറിയിട്ട് വരാം. നമുക്ക് പുറത്തേക്ക് ശരി പോവാം. ശരി ശരി. അയ്യോ, ശരിക്കും കളി. ഗണേഷ്, 2 ഫസ്റ്റ് ഇയേഴ്സ് വന്നിട്ട് നമുക്ക് വരട്ടെ? വാട്ട് യു സേ? പിന്നെ എന്താ സംശയം? പോയി വിളിച്ചോണ്ട് വാ. സാറ് വിളിക്കുന്നു പറ, ഞാൻ അപ്പുറത്തിരിക്കാം. ഓക്കെ ഓക്കെ. എന്തിനാ ഗണേഷ് ഈ പിള്ളേരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? സാർ ഒന്ന് പോയാട്ടെ. മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ ആദ്യത്തെ പരിശീലനമാണ് ഈ റാഗിങ്. സാർ ഇതിലൊന്നും ഇടപെടണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടാ. താൻ എന്ത് വേണേ ആയിരിക്കും, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഓ ഓ ഓ, ഒരു സമാധാന പരിപാലകൻ. ഇവരാണ് ഞാൻ പറഞ്ഞ കക്ഷികൾ. ഇവരെ ഒരു പരുവത്തിലാക്കി എടുക്കണം. സാർ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. സാറാണ് ഈ കോളേജിലെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. സാറിനെ തൊഴ. നിങ്ങൾ ഇരിക്കണം. എവിടെ ഇരിക്കാനാ? സാങ്കല്പിക കസേരയിൽ ഇരിക്കണം. മനസ്സിലായില്ലല്ലേ? അയ്യോ, സാറ് ക്ഷമിക്കണം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല. പിഞ്ച് മനസ്സുകളായതുകൊണ്ടാ. വാട്ട് യു സേ? എങ്കിൽ സാങ്കല്പിക കസേര എന്താണെന്ന് വർഗീസ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ കുഞ്ഞുങ്ങളെ, ഈ സാങ്കല്പിക കസേര എന്നാൽ കസേര ഇല്ലാതെ തന്നെ കസേര ഉണ്ട് എന്ന ധാരണയിൽ ഇരിക്കുക. മനസ്സിലായ കുഞ്ഞുങ്ങളെ? 12-ാം നൂറ്റാണ്ടിൽ ഇത്തരം കസേരകൾ ധാരാളം ഉപയോഗിച്ചിരുന്നു. ദാ ഇങ്ങനെ. മനസ്സിലായോ? അയ്യോ, കുഞ്ഞുങ്ങൾ ഇരിക്കൂ. സ്ലോലി റിലാക്സ് റിലാക്സ്. വാട്ട് യു സേ? നോക്കിയാട്ടെ. ഇവിടെ മൂട്ടയുടെ ശല്യം വളരെ കൂടുതലാണ്. കടിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല. ആ കസേരയിൽ കാണുകയില്ല. എന്നാൽ മറ്റേ കസേരയിൽ മൂട്ട ധാരാളമുണ്ട്. കടിക്കുന്നതായി തോന്നുന്നില്ലടോ? കുറേശ്ശെ. തന്റെ പേരെന്താ? ജനാർദ്ദനൻ. തന്റെയോ? അലക്സാണ്ടർ വൈദ്യർ. കൂവാൻ അറിയാവോന്ന് നോക്കട്ടെ. രണ്ടുപേരും ചേർന്ന് ബുദ്ധിപരമായി ഒന്ന് കൂവിക്ക്. മോശം. പോരെ സാർ, ഒരു ലൈഫ് ഇല്ല. കുഞ്ഞുങ്ങൾ നന്നായിട്ട് കൂവി തെളിയേണ്ടിയിരിക്കുന്നു. വാട്ട് യു സേ? കാല് കഴിക്കുന്നു. എന്താ വർഗീസേ ജനമർദ്ദനൻ പറഞ്ഞത്? കുഞ്ഞുങ്ങൾക്ക് കാല് കഴിക്കുന്നു. അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ആലോചിച്ച് പറയും. സാങ്കല്പിക കട്ടിലാണ്. ഇപ്പൊ കഴിക്കുന്നില്ല. നാളത്തെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കൂ വർഗീസേ. ഓ കുഞ്ഞുങ്ങളെ, നാളെ ഇന്റർ കോളേജ് ഫൈനൽസ് ആണ്. നമ്മുടെ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജുമായി ഏറ്റുമുട്ടുകയാണ്. നാളെ രാവിലെ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോ നമ്മുടെ ക്യാപ്റ്റന്റെ കാലിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി അല്പം എണ്ണ പുരട്ടി കൊടുക്കൂ.
നാളെ ഭംഗിയായിട്ട് അദ്ദേഹം കളിക്കട്ടെ. സാങ്കല്പിക കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണോ? വേണമെന്നില്ല. എന്നാ സാങ്കല്പിക എണ്ണ. കുഞ്ഞുങ്ങളെ ചെല്ലൂ. വരൂ. വർഗീസേ, പണ്ട് മഹാരാജാക്കന്മാർ ഇങ്ങനെ കഴിഞ്ഞതായി ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കഴിയുന്നത് ഞാനാ.